ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ കപ്പ കടല ചാട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു കപ്പ് കടല ഞാൻ വെള്ളത്തിൽ ഒരു 8 മണിക്കൂർ നേരം കുതിർത്തി വെച്ചെടുത്തതാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇനി കപ്പ റെഡിയാക്കണം. ഇതിനു വേണ്ടി ഞാനൊരു കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിതിൻ്റെ ഒരു പകുതി ഭാഗം മതിയാകും. ഈ ഒരു പീസ് നമുക്ക് മതിയാകും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഒന്ന് കളഞ്ഞെടുക്കാം. അങ്ങനെ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മുറി സവാള ചെറുതായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ കടല ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കപ്പയും ബാക്കിയുള്ള മിക്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും കപ്പയും വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കപ്പയും വെച്ചിട്ട് ഞാനൊരു വീണ്ടും ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കപ്പയും കടലയും എല്ലാം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സ്പൂണ് വെച്ച് തന്നെ കപ്പ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്കിതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കപ്പ കടല മിക്സിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് നമ്മുടെ സേവ് അഥവാ നമ്മുടെ ഓമപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാട്ടിലെ ഒരു മെയിൻ ഐറ്റം തന്നെയാണല്ലോ ഈ ഓമപ്പൊടി. അപ്പോൾ അത് ആവശ്യത്തിന് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഇട്ട് കൊടുക്കാം. എനിക്കിത് ആവശ്യമായത്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ വീട്ടിൽ കടലയും കപ്പയും ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഈവനിങ് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.